ഒരു കാര്യം ചെയ്യാനിറങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് കരുതി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് വരാറുണ്ടോ? Then this video is for you. Hi my dear action takers, I hope you all are doing great. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഐ എം അഖില. ഐ എം എ മൈൻഡ് സെറ്റ് ട്രാൻസ്ഫർമേഷൻ കോച്ച്. ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് കരുതി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യാറുണ്ട്. ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരുപാട് പണികളുണ്ടാവും. കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, ഇതിലെവിടെ നിന്ന് തുടങ്ങണം, എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നറിയാതെ ഒരു സ്ട്രെസ്ഡ് ആയി പോകുന്നൊരു സിറ്റുവേഷൻ. ഒരു വർക്കിംഗ് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ പോയിട്ട് മൊത്തത്തിൽ ടെൻഷൻ ആവുന്നൊരു സിറ്റുവേഷൻ. ഒരുപാട് മെയിൽസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് കോൾ ബാക്സ് ഉണ്ടാകും. ഇതിലെവിടെ നിന്ന് തുടങ്ങണം, എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നറിയാതെ തന്നെ ഒന്ന് സ്ട്രെസ്ഡായി പോകുന്നൊരു സിറ്റുവേഷൻ. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു എക്സാം വരുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനുണ്ട്. അതിലേതിന് പ്രയോറിറ്റി കൊടുക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ. ഇത്തരം സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ചെറിയൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് കരുതി ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഡെയിലി 10 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനെങ്കിൽ ഒരു 10 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഈ ലിസ്റ്റ് നിങ്ങൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നേരെ E എന്നും, മീഡിയം റേഞ്ചിൽ ചെയ്യാനുള്ള ടാസ്കുകളുടെ നേരെ M എന്നും, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടാസ്കുകളുടെ നേരെ H എന്നും നിങ്ങൾ കൊടുക്കുക. EMH എന്ന്. ഇതിൽ നിന്ന് ഈസി ആയിട്ടുള്ള ടാസ്കുകൾ നിങ്ങൾ എടുക്കുക. അതിൽ ഈസി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പതിയെ പതിയെ ചെയ്തു തുടങ്ങാം. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോറും നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് കൂടി വരുന്നത്. നിങ്ങളുടെ ഓരോ ടാസ്കും അവിടെ കഴിയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഫൈനലി എൻഡ് ഓഫ് ദ ഡേ ആകുമ്പോഴത്തേക്കും ഹാർഡായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ നിങ്ങൾ എക്വിപ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഏതൊരു കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട്. സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കാതെ ഇത്തരം സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഈ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഇത് പലരും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ബട്ട് ഇത് അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. നിങ്ങളുടെ ഓരോ കമൻറ്റും മറ്റുള്ളവരുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ ഒരു അബൻഡൻറ്റ് മൈൻഡ് സെറ്റുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ്. സോ നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓരോ ചലഞ്ചസ് ആണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.